കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധയെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല. എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ. നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ ശരിക്കും ഒന്ന് പൊള്ളി. സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാരയിൽ പൊതിഞ്ഞാണ് വർഗീയത കയറ്റിവിടാറ്. പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റിവിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് കയറ്റിവിട്ടിരിക്കുക. അപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം, കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി UDF-നോട് മത്സരിക്കുക. കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ വിചാരിച്ച് ഈ ഐബിയുടൻ കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നല്ല വർത്താനെങ്കിലും പറയുന്നതാണ്. ഒരു ലജ്ജാകരമായ നിലപാടാണ്. പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിന്റെ MP മാരും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി.